താനെന്തിനാ എന്റെ മക്കളെ പഠിപ്പിച്ച? അതാ ഒരു തമാശക്ക് കുട്ടികളെടുത്താ തമാശ. നിന്നോടാവാ. തോക്കുംകൊണ്ട് നമ്മളെ വെടിവെച്ചാ നമ്മൾ ചാവു വെച്ചാ മിഞ്ചേച്ചി പറഞ്ഞ ചാവുന്ന്. എന്തിനാടി എന്നെ മോളെ പറഞ്ഞു പഠിപ്പിക്കണേ? ഇനി അങ്ങനൊന്നും ഉണ്ടാവരുന്ന് അയാളോട് പറഞ്ഞിട്ടുണ്ട് അച്ഛൻ. അച്ഛന് പേടില്ല അയാളെ? ഇരുട്ടതിന് മുമ്പ് പോയിക്കോടി. കൂട്ടാത്തില് അരപ്പ് കൂട്ടിട്ട് പോവാം. അരപ്പൊക്കെ ഞാൻ കൂട്ടിക്കോളാം, നീ പൊയ്ക്കോ. ഇടവഴി കൂടെ പോകാനുള്ളതാ. എനിക്ക് പേടിയൊന്നുമില്ല, ചെറിയ ജനെ പോലെ. എനിക്കെന്താ പേടി? എനിക്കൊരു പേടിയില്ല. എനിക്കറിയാം, അമ്മ പറഞ്ഞിട്ടുണ്ട്. എന്ത്? എല്ലാം. എന്നോട് കൂറുള്ള നാത്തുമാരുണ്ടെങ്കിൽ എനിക്ക് എന്തായി തിരിച്ചതിന്റെ വാഞ്ചല്ലേ അമ്മ നോക്കി നോക്കി കണ്ട്. ഇതെന്താ പകലും ടോർച്ചടിച്ചാ നടക്കണേ? വേണ്ട വേണ്ട, പൊയ്ക്കോ, ഞാൻ പതുക്കുള്ളൂ, നേരം തെറ്റണ്ട. എനിക്കൊരു കാര്യം പറയാനുണ്ട്, അതിനാ ഓടി വന്നത്. ശാരദടുത്ത് എന്തിനാ എന്നെ പറ്റി ഇങ്ങനെയൊക്കെ പറഞ്ഞു നടക്കണേ? അതിന് മാത്രം ഞാൻ എന്ത് തെറ്റാ ചെയ്തേ? സ്നേഹിച്ചു, അങ്ങനെ ഒരു തെറ്റ് പറ്റി, എട്ടും പൊട്ടും തിരിയാത്ത പ്രായത്തില്. എന്നുവെച്ചാ ആരുടെയും വഴി മുടക്കിയിട്ടില്ല. ഓ, അതൊന്നും കാര്യാക്കണ്ട. എല്ലാരോടും പറഞ്ഞോട്ടെ, എന്റെ മോളോട് ഇതൊക്കെ പറയണോ? അവൾ എന്നെ ചീത്ത. വല്ലപ്പോഴും ഇങ്ങനൊരു വാക്ക് മിണ്ടൂന്നല്ലാണ്ട് മണിയേട്ടന്റെ വീട്ടിൽ പോലും ഞാൻ വരാറുണ്ടോ? എന്നിട്ട് ഞാൻ പിന്നെയും വട്ടം കറക്കാത്രേ. മണിയേട്ടൻ അങ്ങനെ തോന്നുന്നുണ്ടോ? ഏടത്തിന്റെ സ്വഭാവം അറിയാലോ. എന്നെ എടുത്തിക്കും അറിയാലോ. കിട്ടാത്തത് കിട്ടുന്ന മോഹമില്ല, വിഷമമില്ല. ഞാനെന്തിനാ വിഷമിക്കണേ? ഈ ജീവിതം മുഴുവൻ ഓർത്തോർത്ത് കഴിയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് മനസ്സിൽ. ഈ ഇടവഴി കളിച്ചു നടന്നതും വളർന്നതും ഒരുമിച്ച് സ്കൂളിൽ പോയതും പിന്നെ കള്ളന്മാരെ പോലെ പതുങ്ങി നിന്ന് എന്നെ പിച്ച് മാന്തും ഇപ്പോ ഇതുപോലെ ഇടയ്ക്കൊന്ന് കാണുമ്പോ ഒന്ന് ചിരിക്കുക, ഒരു വാക്ക് മിണ്ടുക, അത്രയൊക്കെ മതി എനിക്ക്. അല്ലാണ്ട് വിഷമിക്കൊന്നും വേണ്ട, സാരമില്ല. സരോജം, എനിക്കും അത്രയൊക്കെ മതി ഇനിയുള്ള കാലം.
വല്ല അരണയോ എന്തോ ആയിരിക്കും. അരണയ്ക്ക് പച്ച നിറാണോ? ഞാൻ ശരിക്കും കണ്ടുവന്നേ. കയറി പിടിച്ചിരുന്നെങ്കിലോ? പച്ചല പാമ്പല്ലേ, കടിച്ചാലും വിഷം ഉണ്ടാവില്ല. പച്ചില പാമ്പായാലും പാമ്പ് പാമ്പനല്ലേ. പരീക്ഷത്തിന് തക്ഷയം കടിച്ചെങ്ങനെയാ? ഒരു പുഴുവായിട്ട് വന്നാ. എന്റെ ഭാര്യ വിഷം തൊട്ടത് കിണറ്റിന്ന് വെള്ളം കോരുമ്പോഴാ. വെള്ളത്തിൽ മൂർക്കും മണലിയൊന്നും ഉണ്ടാവില്ലല്ലോ, ബക്കറ്റിൽ കയറിയതാ. അന്ന് ഈ ബാലേട്ടനൊക്കെ പറഞ്ഞു നീർക്കൊല്ലി ഇട വിഷം ഉണ്ടാവില്ലെന്ന്. എന്നിട്ടോ നേരത്തോട് നേരം എന്നാ തൊട്ടടുത്തിന്റെ മോളിരുന്ന് കളിക്കുക. 2 വയസ്സാ. അവളെ കാലമ്മ കൂടെ അഴിഞ്ഞു പോയത്. തൊട്ടില്ലല്ലോ. അതെന്താ? എന്നോടാ പാക, എന്നെ എണ്ണ പിടിക്കണം, അത്രേ ഉള്ളൂ. ഇതൊക്കെ ഇവന്റെ അന്ധവിശ്വാസം. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഞങ്ങളെല്ലാം കൂടി ഒരു പാമ്പിനെ എറിഞ്ഞു കൊന്നു. അങ്ങനെ എത്രയോ പാമ്പിനെ നമ്മൾ കൊല്ലണു. ഇത് അങ്ങനത്തെ പാമ്പാണോ? എണപ്പാമ്പുകളാ. ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ് വരുമ്പോഴാ. ഈ ബാലേട്ടൻ ഞങ്ങളുടെ പിള്ളേർ സെറ്റ് എല്ലാരും ഉണ്ട്. ഞങ്ങളുടെ ഇടവഴിയില് 2 പാമ്പുകളാണ് ചേർന്നു. നല്ല അസല് മൂർഖൻ. ഞങ്ങള് കല്ലെടുത്ത് കയറി തുടങ്ങി. ഒന്നിന്റെ തലയ്ക്ക് എന്നെ കൊണ്ടു. സാധനം ചത്തു. എണപ്പാമ്പ് ഞങ്ങളെ നേരെ ഒരൊറ്റ വരവാ. രമ്മേ, എങ്ങനെ ഓടി രക്ഷപ്പെട്ടു എന്ന് ഈശ്വരന്മാർക്ക് മാത്രമേ. സംഗതിയൊക്കെ നേരാ. എന്ന് വെച്ചാൽ ഇപ്പോഴും ആ പാമ്പ് പകയും കൊണ്ട് കിടക്കുക പറഞ്ഞ പക ഇല്ലാണ്ടിരിക്കുവോ? എണപ്പാമ്പിനെ കൊന്നത് അന്നേ രാമമുള്ളവൻ പറഞ്ഞു കടുങ്കയ്യാ ചെയ്തേ അനുഭവിക്കുന്നു. അനുഭവിച്ചില്ലേ? പറഞ്ഞ പോലെ ശരിയായിരിക്കട്ടോ, പാമ്പിന് പകയുണ്ട്. വിവരം വേണ്ടേ? അങ്ങനെയാണെങ്കിൽ ഇടാ മണി, എന്റെ കെട്ടിയുള്ള പാമ്പ് കടിക്കണ്ടേ? ഞാനുണ്ടായിരുന്നല്ലോ എറിയാൻ. അത് നിങ്ങളുടെ കല്ല് കൊണ്ടിട്ടുണ്ടാവില്ല, കൊണ്ടത് എന്റെ കല്ലായിരിക്കും. ആ പാമ്പൊക്കെ ചത്ത് മണ്ണടിഞ്ഞിട്ടുണ്ടാവും. എന്റെ ബാലേട്ട, പാമ്പിനും മനുഷ്യന്റെ ആയുസാ. എന്റെ ദേവനെ കൊത്തിയത് ആ എണപ്പാമ്പാ. അത് ഇപ്പോഴും ഞങ്ങളുടെ ഇടവഴിയിലുണ്ട്. ഇന്ന് നേരത്തെ ആണല്ലോ. ആ, മീനിക്കുട്ടിയില്ലേ അവിടെ? സരോജിനി ഇവിടെ ഇല്ല. എന്തേലും പറയണോ? വേണ്ട.